അമ്മ എന്താ ഒറ്റയ്ക്ക്? ഏട്ടത്തി എവിടെ? അവളവിടെ വീട്ടിൽ തന്നെ നിപ്പുണ്ട്. ഞാൻ മാനം കെട്ട അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. എന്നാലും ഇങ്ങനൊരു കൊടുംചതിയിൽ ഞാൻ പെട്ടുപോയല്ലോ ദൈവമേ. ചതിയോ? ഇതെങ്ങനെയമ്മ ചതിയാവുന്നത്? ഓൺലൈനിൽ നമ്മുടെയൊക്കെ വീഡിയോ വന്നതുപോലെ ദയ അവളുടെ അഭിപ്രായം പോസ്റ്റ് ചെയ്യുന്നല്ലേ ഉള്ളൂ. ഇതൊന്നും ദയയുടെ മാത്രം കളിയല്ല. എനിക്ക് തോന്നുന്നതേ അനന്തമാഷും മക്കളും കരുതിക്കൂട്ടി എന്നെ ഇങ്ങനെയൊരു കെണിപ്പെടുത്തിയതാണെന്നാ. നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തി തോൽപ്പിക്കുക, അത് കണ്ട് മാറി നിന്ന് ചിരിക്കുക, അതാ അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അച്ഛനും മക്കളും കൂടി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതാ എല്ലാം. അതെ, അമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ചാടി ഇറങ്ങിയത് അനു അവളുടെ വീട്ടുകാർ പറഞ്ഞിട്ടാണോ? പിന്നല്ലാതെ. അനുഭവം നിന്നോട് പറഞ്ഞില്ലടാ അമ്മ മത്സരിച്ചാ ജയിക്കുമെന്ന്. അവള് മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാ എനിക്കിതിനുള്ള ധൈര്യം കിട്ടിയത്. അങ്ങനെയല്ലല്ലോ സോന പറഞ്ഞത്. അനുചേച്ചി മത്സരിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞപ്പോ അമ്മ ചാടിക്കേറിയത് ഏറ്റെടുക്കാൻ നോക്കിയെന്നാണല്ലോ സോന പറഞ്ഞേ. അത് പിന്നെ അമ്മ ആദ്യം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നുള്ളത് സത്യം. അപ്പൊ തന്നെ ഏട്ടത്തി അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്താ അനു അമ്മയെ സപ്പോർട്ട് ചെയ്തതും ഒരു തെറ്റാണോ സോനെ? അതിന് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഏട്ടാ. ഏട്ടത്തി അമ്മയെ പ്രോത്സാഹിപ്പിച്ചത് ആത്മാർത്ഥമായിട്ടാണെന്നാ എനിക്കിതുവരെ തോന്നിയിട്ടുള്ളത്. അമ്മ വെറുതെ ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. വേറെ ആരെയൊക്കെ അമ്മ സംശയിച്ചാലും ഏട്ടത്തി അമ്മയെ ചതിക്കാൻ നോക്കിയെന്ന് പറഞ്ഞാ ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ആരും. അമ്മ ഇപ്പൊ ചിന്തിക്കുന്നത് അനുപമയോട് താൻ ഇത്രയും ദ്രോഹം ചെയ്തിട്ടും അവൾ എന്തിനാ വീഡിയോയിൽ അമ്മയെക്കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞെന്നായിരിക്കും. അതേടാ, അവള് നല്ലത് പറയുക, അത് ലോകം മുഴുവൻ അറിയുക, അതിനുശേഷം അവളുടെ അനിയത്തി ഉള്ളതും ഇല്ലാത്തതുമായ ദോഷങ്ങളൊക്കെ വിളിച്ചു പറയുക. അതിന്റെ പേരിൽ എനിക്കെല്ലാം നഷ്ടപ്പെടുക. അപ്പൊ പിന്നെ എനിക്കങ്ങനെ സംശയിച്ചുകൂടെടാ? ഏട്ടത്തിയോടും വീട്ടുകാരോടും ഈ രീതിയിൽ സംസാരിച്ചിട്ടാണോ അമ്മ ഇപ്പൊ വരുന്നത്? എന്റെ പഴയ സ്വഭാവം വെച്ച് എല്ലാത്തിനും കണക്ക് തീർത്ത് വരേണ്ടതാ ഞാൻ. പക്ഷേ ആവശ്യക്കാരി ഞാനായി പോയല്ലോ. അതുകൊണ്ട് ഒരവസരം കൂടി ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അവള് ദയോട് സംസാരിച്ച ആ പോസ്റ്റ് പിൻവലിപ്പിച്ച അനുപമ എന്റെ കൂടെ ആത്മാർത്ഥമായിട്ട് നിന്നെന്ന് ഞാൻ വിശ്വസിക്കും. ഇല്ലെങ്കിൽ ബാക്കി ഞാൻ അപ്പ പറയാം.